മാസം ഗ്യാസിന് എത്ര രൂപയാവും? 0 ബാലൻസ്. എനിക്ക് പൈസ വേണ്ട, ഞാൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഗ്യാസ് എടുക്കണ്ട. മഴക്കാലം ആകുന്ന സമയത്ത് ഒരു ശകലം ഷൂട്ട് വരും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും നാളിനോടെ ഒരു 3 കുറ്റി എടുത്ത് കാണും ഈ 10-13 വർഷത്തിൻ്റെ അത്രയും. അത് ഇനി ഒരു കുറ്റിയോളം ഇരിപ്പുണ്ട് അവിടെ. അങ്ങനെയാണ്. ഇത് എങ്ങനെയാ വരുന്നതെന്ന് വല്ലതും വന്നവരൊക്കെ പറഞ്ഞു? അത് ONGCക്കാർ പറഞ്ഞത് ഇത് വന്ന 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരിവിടെ വന്ന് ചെക്ക് ചെയ്തായിരുന്നു. മണ്ണും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പറഞ്ഞു 2-3 ദിവസം കഴിയുമ്പോൾ നിന്ന് പോകുമെന്നാണ് പറഞ്ഞു. പക്ഷെ അത് വീണ്ടും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മെഷീനൊക്കെ കൊണ്ടുവന്നൊക്കെ നോക്കി നമ്മളെ കമ്പ്യൂട്ടർ പോലെ ഒരു സാധനത്തിനകത്ത് കാണിച്ച് പുക പോലെ കിടക്കുന്നതൊക്കെ അവരവിടുന്ന് 2 വർഷം വന്നായിരുന്നു. പിന്നെ ആരും വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെ ചാനലുകാർ വരും, വന്ന് ചോദിക്കും, പറയും, പോകും. അത് തന്നെ. ഈ കുക്കിംഗ് ഗ്യാസും നമ്മുടെ ഈ ഗ്യാസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. കുക്കിംഗ് ഗ്യാസിന് കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ്, അതായത് ചൂട് കൂടുതലായിരിക്കും, പെട്ടെന്ന് കുക്കാകും. ഇത് അതിനേക്കാളും ഒരല്പം, ഒത്തിരി ഒന്നുമില്ല, ഒരിത്തിരി ഇതുണ്ട്, അത്രയും. അല്ലാതെ വേറെ ഇത് ഊതിക്കെടുത്താൽ, മറ്റേ നമുക്ക് ഊതിയാക്കിടത്തില്ല, ഇത് നമുക്ക് ഊതിക്കെടുത്താം. ദേ വേണ്ട കണ്ട. എനിക്കിതൊരു അപകടമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ബൾക്കായിട്ട് വല്ലതും വന്നാലേ അപകടമുള്ളതായിട്ട് തോന്നത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും വർഷം ഉപയോഗിച്ച് എനിക്കിപ്പോൾ ഇതിനകത്ത് പേടിയില്ല. ഈ അയലത്ത് ഉള്ള വീടുകൾക്ക് വല്ലതും ഇത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ അല്ല, വേറെ കുറേ സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇല്ലെന്നും ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഈ കഴിഞ്ഞൊരു 2-3 മാസത്തിന് മുമ്പ് ഇതുപോലെ പിന്നെ ചാത്തനാട് ഒരു വീട്ടിൽ കിട്ടിയിട്ട് ഒരു പയ്യൻ രാത്രി ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവർക്ക് പേടിയാണ് ചേച്ചി എടുക്കാനെന്നൊക്കെ അപ്പോൾ ഇതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കത്തിച്ച് കാണിച്ചു കൊടുത്തു. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു നമുക്കൊപ്പമുണ്ട്. രഘു, ഈ ഗ്യാസ് കണക്ഷൻ അതിൻ്റെ സിലിണ്ടറിനുള്ള ചാർജ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെയാണ് ഈ സിറ്റി ഗ്യാസ് പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് പല വീടുകളിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയായാലും പൈസ അത്യാവശ്യം പോകുന്ന ഒരു വഴിയാണ് അടുക്കള ബജറ്റ് നോക്കുമ്പോൾ. അത് മുഴുവനായിട്ട് ഇങ്ങനെ 0 എന്ന നിലയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തമ്മ ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പല വീട്ടുകാരും ആലോചിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ അടുക്കള ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ചിലവാക്കുന്നത് പാചകവാതകത്തിനും ഒപ്പം തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയൊക്കെയാണ്, പ്രധാനമായും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർ. അതുകൊണ്ട് തന്നെ രത്നമ്മ എത്രത്തോളം ഭാഗ്യവതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. രത്നമ്മയ്ക്ക് മാത്രമാണ് ഈ ഭാഗ്യവും. കാരണം 10-13 വർഷം മുൻപാണ് അവർ കുഴൽക്കിണർ കുഴിക്കാനായിട്ടൊരു കുഴിയെടുക്കുന്നതും അതിൽ നിന്ന് ഈ പ്രകൃതിവാതകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതും. ഒരു 2-3 മാസത്തെ അല്ലെങ്കിൽ 2-3 ദിവസത്തിൽ മാത്രമേ ഇതിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ONGCയിൽ ഉദ്യോഗസ്ഥർ അന്ന് അവിടെ വന്ന് പറഞ്ഞത്. പക്ഷേ 13-ാം വർഷവും ആ പ്രകൃതിവാതകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. രത്നമ്മയുടെ മാത്രം ഭാഗ്യമെന്ന് ഞാൻ മുൻപേ പറയാൻ കാരണം അതിൻ്റെ ചുറ്റും വീടുകളുണ്ട്. അവരൊക്കെ ഇത് കണ്ട് കുഴിച്ചു നോക്കിയെങ്കിലും ഇതൊന്നും, അല്ലെങ്കിൽ പ്രകൃതിവാതകം കിട്ടിയില്ല. എന്തായാലും ഗ്യാസിനൊക്കെ എത്രത്തോളം വിലവർധനമാണ് എന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ആ കാര്യങ്ങളൊന്നും രത്നമ്മയെ ബാധിക്കുന്നേയില്ല. കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയിൽ 3 തവണ മാത്രമാണ് ഈ പറയുന്ന LPG സിലിണ്ടർ വാങ്ങിയത്. നമ്മൾ സാധാരണ നിലയിൽ ഗ്യാസ് കത്തുന്നത് പോലെ തന്നെയാണ് ഈ ഗ്യാസും കത്തുന്നത്. പക്ഷേ ഒരു ചെറിയ ഇതിന് ചൂട് കുറവാണ് എന്നുള്ളതാണ്. കാരണം LPG ഉപയോഗിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ഏതെങ്കിലും ആഹാര സാധനങ്ങൾ തിളയ്ക്കുമെങ്കിൽ ഇതൊരു 12-13 മിനിറ്റ് വേണ്ടി വരും എന്നുള്ളതാണ് രത്നമ്മ ചേച്ചി പറയുന്നത്. എന്തായാലും ഇത് നമ്മൾ ഇതിനോടകം തന്നെ പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു വലിയ അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് പലരും ഇവിടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു, ഇത് കാണാൻ വേണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നു. വെനീസിലെ വ്യാപാരി എന്നുള്ള സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ഒരു കായലിനെ നോക്കി പറയുന്നുണ്ട്, ഈ കായൽ മുഴുവൻ ചാരായവും ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് രത്നമ്മ ചേച്ചിയുടെയും കാര്യം. കാരണം വീട്ടുജനങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞത് എത്രത്തോളം ചെലവേറിയതാണ് നമ്മുടെ പാചകമെന്ന്. അതുകൊണ്ട് രത്നമ്മ ചേച്ചിക്ക് കിട്ടിയ ഭാഗ്യം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ശരിയാണ്, ദൈവം രത്നമ്മ ചേച്ചിക്ക് ശരിയാണ് രഘു. എന്തായാലും വലിയ ഭാഗ്യമാണ്. പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത്ഭുതം അതിങ്ങനെ തുടരുകയാണ്. ശരി.